ഒരു ക്രൈം സ്റ്റോറി അല്ലെങ്കിൽ ഒരു സിനിമാ കഥയെന്ന പോലെ തോന്നിക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു നാസിക്കിലെ TCSൽ നടന്നത്. ഇതാണ് ഇപ്പോൾ പ്രധാന വാർത്താ തലക്കെട്ടിലൊന്നും. എന്നാൽ ഇത് വെറും ഒരു കഥയല്ല എന്നതാണ് യാഥാർത്ഥ്യം. മുൻ ജീവനക്കാരുടെ പല വെളിപ്പെടുത്തലും അതിന് തെളിവാണ്. കമ്പനിയുടെ ഓഫീസിലെ ടീം ലീഡർമാർ തങ്ങളുടെ ഡെസ്കുകൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ല, മറിച്ച് വനിതാ സഹപ്രവർത്തകരെ ചൂഷണം ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് കമ്പനിയിലെ ഒരു മുൻ ജീവനക്കാരൻ NDTVയോട് വെളിപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT സ്ഥാപനങ്ങളിലൊന്നായ ഇവിടെ ഒരു മതപരിവർത്തന സിൻഡിക്കേറ്റ് പ്രവർത്തിച്ചിരുന്നുവെന്ന വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. ടീം ലീഡർമാരുടെ ഡെസ്കുകളിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ സ്ത്രീകൾക്കെതിരെ അശ്ലീല ഭാഷ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തുന്നത്. മുഖ്യപ്രതി തൗസിഫ് അത്താർ ഹൈന്ദവ ആചാരങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നതായും ആരോപിക്കപ്പെടുന്നു. ഉത്സവവേളകളിൽ സാരി ഉടുക്കുകയോ പൊട്ടു തൊടുകയോ ചെയ്യുന്ന വനിതാ ജീവനക്കാരെ ഇയാൾ ആവർത്തിച്ച് പരിഹസിക്കാറുണ്ടായിരുന്നു. കൃഷ്ണ എന്ന സഹപ്രവർത്തകൻ ഓഫീസിൽ രുദ്രാക്ഷമാല ധരിക്കാറുണ്ടായിരുന്നെന്നും പിന്നീട് ഇയാൾ ഇസ്ലാം മതത്തിലേക്ക് മാറിയെന്നുമാണ് മുൻ ജീവനക്കാരൻ അവകാശപ്പെടുന്നത്. ഓഫീസിനുള്ളിലെ പ്രവർത്തനങ്ങളൊന്നും പുറംലോകം അറിയാതിരിക്കാനും ഇവർ ശ്രദ്ധിച്ചിരുന്നു. സുരക്ഷയുടെ പേര് പറഞ്ഞായിരുന്നു അത്തരം നീക്കങ്ങൾ ഓരോന്നും. ജീവനക്കാരുടെ ഫോണുകളും ബാഗുകളും ഉച്ചഭക്ഷണ പാത്രങ്ങൾ പോലും ഓഫീസിന് പുറത്തു വെക്കാൻ നിർബന്ധിച്ചിരുന്നതായിട്ടാണ് ജീവനക്കാരൻ്റെ വെളിപ്പെടുത്തൽ. ഓഫീസിലിരുന്ന് തന്നെ വാരാന്ത്യങ്ങളിൽ ഹോട്ടലുകളും റിസോർട്ടുകളും ബുക്ക് ചെയ്യുകയും അവിടെ തങ്ങളോടൊപ്പം വരാൻ യുവതികളായ ജീവനക്കാരെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു ഡാനിഷ്, റാസ എന്നീ 2 ജീവനക്കാർ. മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചെന്ന ആരോപണം നേരിടുന്ന ജീവനക്കാരിൽ ഒരാളായ വനിത ഒളിവിലാണ്. അന്വേഷണത്തിന് ദേശീയ വനിതാ കമ്മീഷൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് ഓഫീസ് സന്ദർശിക്കുകയും ചെയ്തു. അറസ്റ്റിലായവർക്ക് തീവ്രവാദ സംഘടനകളുടെ സഹായം, വിദേശ സഹായം എന്നിവ ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ NIA, മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന എന്നിവയുടെയും സഹായം തേടിയിട്ടുണ്ട്. ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ഫെബ്രുവരിയിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പോലീസ് ഈ കേസിൽ ഒരു രഹസ്യാന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അടുത്ത 40 ദിവസത്തേക്ക് സാധാരണ ആളുകളെ പോലെ വസ്ത്രം ധരിച്ച് ഇവർ ജോലിക്ക് ചേർന്നു. ഈ 6 വനിതാ ഉദ്യോഗസ്ഥർ അവിടെ നടന്ന ലൈംഗിക അതിക്രമ സംഭവങ്ങൾ നിരീക്ഷിക്കുകയും തങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയുമായിരുന്നു. തങ്ങൾക്ക് മക്കളില്ലെന്നറിയുന്ന സീനിയർ ഉദ്യോഗസ്ഥർ ഭാര്യയെ കൈമാറാൻ ആവശ്യപ്പെട്ടെന്നവരെ ഒരാളുടെ പരാതിയിലുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു വനിതാ ജീവനക്കാരിൽ ഒരാളുടെ പരാതി. രഹസ്യാന്വേഷണത്തിന് പോയ പോലീസുകാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഫെബ്രുവരിയിൽ ലഭിച്ച സൂചനകളെ ശരിവെക്കുന്നതായിരുന്നു. ഇതോടെ പോലീസ് നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. 6 പ്രതികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മാർച്ച് 26-ന് ഒരു വനിതാ ജീവനക്കാരി ഔദ്യോഗികമായി പരാതി നൽകി. പ്രതികളിൽ ഒരാൾ തന്നെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു അവരുടെ പരാതി. മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ FIR-ൽ പ്രതി വിവാഹ വാഗ്ദാനം നൽകി പരാതിക്കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ചുകൊണ്ട് ഇയാൾ വിവാഹം കഴിക്കാമെന്ന വ്യാജ വാഗ്ദാനം നൽകി തന്നെ പ്രണയബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പലതവണ ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു പരാതിക്കാരിയായ യുവതി ആരോപിച്ചത്. കൂടാതെ ഇയാളുടെ കൂട്ടാളികൾ ജോലി സ്ഥലത്ത് വെച്ച് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മോശം പരാമർശങ്ങൾ നടത്തി തന്നെ അധിക്ഷേപിച്ചതായും യുവതി വെളിപ്പെടുത്തി. നിലവിൽ കേസിലാകെ 9 FIR-കളാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ 8 എണ്ണവും മാർച്ചിലെ പരാതിക്ക് ശേഷമാണ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസ് പത്രങ്ങളിൽ പ്രധാന വാർത്തയായതോടെ ഇതിന് മലേഷ്യയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം പ്രതികൾക്കിടയിലെ വാട്സപ്പ് സംഭാഷണങ്ങളിൽ മലേഷ്യയുമായി ബന്ധമുള്ള ഇമ്രാൻ എന്ന് തിരിച്ചറിഞ്ഞ ഒരാളെക്കുറിച്ച് പരാമർശമുണ്ട്. ഇയാൾ ഒരു മതപ്രഭാഷകനാകാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. വീഡിയോ കോളുകൾ വഴിയായിരുന്നു ഇയാളെ ജീവനക്കാർക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. വിദേശത്തേക്ക് പോയാൽ സ്ത്രീകൾക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ലഭിക്കുമെന്നും ഇയാൾ സംസാരിച്ചിരുന്നതായിട്ടാണ് വിവരം. മലേഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മത നേതാവിലേക്കാണ് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കണ്ണികൾ നീളുന്നതെന്നാണ് പോലീസിന്റെ സംശയം. ഹിന്ദു ദേവതകളെ അപമാനിക്കുന്ന പരാമർശങ്ങൾ, മതപരമായ ആചാരങ്ങളിൽ പങ്കെടുക്കാനുള്ള സമ്മർദ്ദം, മാംസാഹാരം കഴിക്കാൻ നിർബന്ധിക്കൽ തുടങ്ങിയ കാര്യങ്ങളും പരാതികളിലുണ്ട്. ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഈ അന്താരാഷ്ട്ര ബന്ധത്തെക്കുറിച്ച് പോലീസ് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും നടത്തിയിട്ടുമില്ല.